തുടർച്ചയായ മഴയെ തുടർന്ന് കോതമംഗലം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പൂയംകുട്ടിയിലെ മണികണ്ഠൻചാൽ ചപ്പാത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം മുടങ്ങി. കുത്തുകുഴി അടിവാട് റോഡിലെ കുടമുണ്ട പാലവും വെള്ളത്തിലായി. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പൂതത്താൻകെട്ട് ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്നു. കാറ്റും മഴയും വൈദ്യുതി വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പൂയംകുട്ടിയിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത് തിങ്കളാഴ്ച പുലർച്ചെയാണ് വെള്ളത്തിൽ മുങ്ങിയത്. ശക്തമായ മഴയോടൊപ്പം പുഴയിലെ ജലനിരപ്പ് ഉയരുകയായിരുന്നു. ഇതോടെ മണികണ്ഠൻചാലിലെയും വെള്ളാരംകുത്തിലെയും ജനങ്ങൾക്ക് പുറം ലോകത്തേക്കുള്ള യാത്ര സാധ്യമല്ലാതായി. തൊഴിലിടങ്ങളിലേക്ക് പോകേണ്ടവർക്കും യാത്രാമാർഗമുണ്ടായില്ല. അത്യാവശ്യ യാത്രക്കാരെ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ വള്ളത്തിൽ മറുകര കടത്തി. കുത്തൊഴുക്കിലൂടെയുള്ള വഞ്ചിയാത്രയും അപകടകരമാണ്. പുഴയിലെ ഒഴുക്ക് ശക്തമായതോടെ ബ്ലാവനക്കടവിലെ ജങ്കാർ സർവീസും നിർത്തിവെക്കേണ്ടി വന്നു. ഇതുമൂലം കല്ലേലിമേട്ടിലെയും വിവിധ ആദിവാസി നഗറുകളിലെയും താമസക്കാരുടെ യാത്രയ്ക്കും മാർഗമില്ലാതായിട്ടുണ്ട്. പുഴയുടെ മറുകരയിലുള്ള പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ട്. കുത്തുകുഴി അടിവാട് റോഡിലെ കുടമുണ്ട പാലവും തിങ്കളാഴ്ച രാത്രിയിലെ മഴയിൽ മുങ്ങി. ചെറിയ വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെ കടന്നുപോയി. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് ശരിയായ അപ്രോച്ച് റോഡില്ലാത്തതിനാൽ പാലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതാണെങ്കിലും സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാത്തതിനാൽ അപ്രോച്ച് റോഡ് നിർമ്മിച്ചിട്ടില്ല. GTV ന്യൂസ്, കോതമംഗലം.